Question number 3. Check whether the relation R defined in the set 1, 2, 3, 4, 5, 6 as R is equal to set of all ordered pair AB such that B is equal to A plus 1 is a reflexive, symmetric or transitive. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണ്ടേ. എ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4, 5, 6 ആണ് തന്നിട്ടുണ്ട്. ഇനി ആർ എന്ന് പറഞ്ഞ റിലേഷൻ set of all ordered pairs AB such that B is equal to A plus 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഓർഡർഡ് പേഴ്സിൻ്റെ ഫോർമുലേറ്റ് എഴുതുമ്പോൾ എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എയും ബിയും ബി എന്ന് പറയുന്നത് A plus 1 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആവുമ്പോൾ ബി എന്ന് പറയുന്നത് 1 plus 1 2 ആയിരിക്കും. എ 2 ആയിരിക്കുമ്പോൾ 2 plus 1 3 ആയിരിക്കും. ബി എന്ന് പറയുന്നത് 3 ആയിരിക്കും. എ 3 ആയിരിക്കുമ്പോൾ 3 plus 1 4 ആയിരിക്കും. എ 4 ആയിരിക്കുമ്പോൾ 4 plus 1 5 ആയിരിക്കും. ഇനി എ 5 ആയിരിക്കുമ്പോൾ 5 plus 1 6 ആയിരിക്കും. ബി എന്ന് പറയുന്നത് ഇനി എ എന്ന് പറയുന്നത് 6 ആണെങ്കിൽ 6 plus 1 7 ആണ്. പക്ഷേ ഈ 7 എന്ന് പറയുന്നത് നമ്മുടെ എയിലില്ല. എയും ബിയും എന്തായാലും ഈ എയിലത്തെ എലമെൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് 5 വരെ ഉള്ളൂ, 6 ഉണ്ടാവില്ല ഇതിൽ. വിച്ച് ഇസ് ഈക്വൽ ടു റിലേഷൻ നമ്മൾ ഓർഡർഡ് പേഴ്സിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ 1 2 2 3 3 4 4 5 5 6 ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആവാനുള്ള ഡെഫിനേഷൻ എന്തായിരുന്നു? എ എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്ക്. അപ്പോൾ എ എന്ന് പറയുന്ന ഫോമിലുള്ളത് നമ്മുടെ റിലേഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ക്യാപിറ്റൽ എയുടെ എലമെൻറ്റ്സ് 1 2 3 4 5 6 ആണ്. അപ്പോൾ 1 1 2 2 3 3 അങ്ങനെ ഏതെങ്കിലുമല്ല, ഇത് എല്ലാതും 1 1 2 2 3 3 4 4 5 5 6 6 ഈ എലമെൻറ്റ്സും ഒക്കെ നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ റിലേഷനെ റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ റിലേഷനിൽ 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, 4 4 ഇല്ല, 5 5 ഇല്ല, 6 6 ഇല്ല. അപ്പോൾ ഈ തന്നേക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആവില്ല. സിൻസ് 1 1 not element of R is not reflexive. അല്ലെങ്കിൽ ജനറലായിട്ട് എഴുതാം എന്താ, സിൻസ് എ നോട്ട് എലമെൻറ്റ് ഓഫ് ആർ ഫോർ എവറി എ ബിലോങ്സ് ടു എ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ജനറലായിട്ട് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒറ്റ എലമെൻറ്റ് എന്തായാലും ആർ റിഫ്ലെക്സീവ് അല്ല. ഇനി സെക്കൻഡ് നമുക്ക് നോക്കേണ്ടത് സിമെട്രിക് ആണോ നോക്കേണ്ടത്. അപ്പോൾ 1 2 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തു. സിമെട്രിക് ആവാനുള്ള ഡെഫിനീഷൻ എന്ന് പറയുന്നത് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ എ ബി ആയിട്ട് നമ്മൾ 1 2 കൊടുത്തു. 1 2 ആറിലുണ്ട്, 2 1 ആറിലുണ്ടായിരിക്കണം. പക്ഷേ 2 1 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ ഈ റിലേഷനിൽ ഇല്ല. അപ്പോൾ ആറ് സിമെട്രിക് അല്ല. 1 2 ബിലോങ്സ് ടു ആർ ബട്ട് 2 1 നോട്ട് ബിലോങ്സ് ടു ആർ. Therefore, R is not symmetric. അടുത്തത് ട്രാൻസിറ്റീവ് ആണോ നോക്കണ്ടേ. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ എ സിയും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ 1 2 ഉണ്ട്, 2 3 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 1 3 ഉണ്ടാകണം. അല്ലെങ്കിൽ 2 3 ഉണ്ട്, 3 4 ഉണ്ട്, അപ്പോൾ 2 4 ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 3 4 ഉണ്ട്, 4 5 ഉണ്ട്, 3 5 ഉണ്ടായിരിക്കണം. 4 5 ഉണ്ട്, 5 6 ഉണ്ട്, 4 6 ഉണ്ടായിരിക്കണം. പക്ഷേ ബാക്കി എലമെൻറ്റ്സ് ഒന്നുമില്ല. 1 3 ഇല്ല, 2 4 ഇല്ല, 3 5 ഇല്ല, 4 6 ഇല്ല. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആവില്ല. അതായത് 1 2 ബിലോങ്സ് ടു ആർ ആണ് ആൻഡ് 2 3 ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എ ബി ബി സി ആറിലുണ്ട്. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എ സി ഉണ്ടായിരിക്കണം, അതായത് 1 3 ഉണ്ടായിരിക്കണം. പക്ഷെ 1 3 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഇല്ല. Therefore, R is not transitive. വേറെ 2 3 3 4 എടുത്താലും കുഴപ്പമില്ല. 2 3 ഉണ്ട്, 3 4 ഉണ്ട്, പക്ഷേ
2 4 ഇല്ല. അങ്ങനെ ഏത് എക്സാമ്പിൾ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ആർ എന്ന് പറയുന്നത് ഏതെടുത്താലും ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് അല്ലെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ നമുക്ക് തന്നേക്കുന്ന റിലേഷൻ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല. താങ്ക് യു.